നമുക്ക് വല്ല MTന്റെ ഭരതന്റെ വാങ്ങിയാ പോരെ മോളെ? ഒന്ന് വായടിച്ചിട്ട് വേഗം നടക്കുവോ? കോള് വരണ്ടല്ലോ. അല്ല മോളെ. ഹലോ. ആ ആ സ്ക്രിപ്റ്റ് വാങ്ങി. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞില്ലോ? ആ ഇല്ല. അയ്യോ സ്ക്രിപ്റ്റ്. എന്റെ പൊന്നു മാമ എത്ര കഷ്ടപ്പെട്ടായിരുന്നു അറിയോ സ്ക്രിപ്റ്റ് ഒപ്പിച്ച്. ഒരിത്തിരി നേരല്ലേ എനിക്ക് ഞാനത് പിടിക്കാൻ തന്നുള്ളൂ. മോളെ മാമ 1.5 ഓട്ട ഓടിയ മാമൻ ക്ഷീണിച്ചു. മോളൊരു കാര്യം ചെയ്യ്. മോള് സുബ്ലുവിനെ വിളിച്ചു പറ, ഞാനൊന്ന് തെരഞ്ഞു വരാം. എന്റെ മാമ സ്ക്രിപ്റ്റ് ഇല്ല കയ്യിൽ, ഞാൻ അവളോട് എന്ത് പറയും? മോളെ മാമൻ ക്ഷീണിച്ചു പോയി. മാമനൊരു ഹോർലിക്സ് വാങ്ങി തരുമോ? ഹോർലിക്സ് എനിക്ക് ഇവിടെ തൊല കുറഞ്ഞിട്ട് വയ്യ. എന്താ ചെയ്യണ്ടേന്ന് പോലും മനസ്സിൽ നോക്കി കൈയൊക്കെ വിറയ്ക്ക. മാമനെ ഹോർലിക്സിന്റെ പൈസ കൊണ്ടാ. മാമ ഒന്ന് പോയി തപ്പിട്ട് വന്നേ. ഇനിയും തപ്പണോ? ഞാൻ അവനെ മഷിയിട്ട് നോക്കിയാ കാണുന്നില്ല. എനിക്കാ കണ്ടു. മോളൊരു കാര്യം ചെയ്യ്, മോള അങ്ങോട്ട് പോയി നോക്ക്, ഞാൻ മാമ ഇങ്ങോട്ട് പോയി നോക്ക്. മാമൻ അങ്ങോട്ട് പോയി നോക്ക്, ഞാൻ എന്നാ ആദ്യം സുബുവിനെ വിളിക്കട്ടെ. എന്തായാലും ഒരു ഹോർലിക്സിന്റെ പൈസ എങ്ങനെ തരായിരുന്നു. നീ പറയ്. എന്താടി മോള് ഭയങ്കര സങ്കടത്തിലാ. എന്തിന്? നീ പറ, കരയല്ലേ? നീ നിനക്ക് അറിയണേ കാര്യം പറ. സ്ക്രിപ്റ്റ് കാണാനില്ല. എടി നീ ഇങ്ങനെ അതൊരു ഉത്തരവാദിത്വം ഇല്ലാണ്ടാണ് അത് കൊണ്ടുപോണേ. അറിഞ്ഞോണ്ട് ആരെങ്കിലും ചെയ്യോ? ഞാൻ അത്രയും ഇതായിട്ട് തന്നല്ലേ നിനക്കത് നോക്കിക്കൂടായിരുന്നോ? എന്റെ കയ്യിലായിരുന്നില്ല. എനിക്ക് അപ്പോഴേ തോന്നി താനാണോ സ്ക്രിപ്റ്റ് അടിച്ചെടുത്തത്. അയ്യോ മനസ്സാ വാച ഞാൻ അറിഞ്ഞിട്ടില്ല. മനസ്സാ വാച കർണാടക അറിഞ്ഞിട്ടില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. സത്യമായിട്ടില്ല. ഇല്ലടി, അതിനുള്ള ബോധമൊന്നുമില്ല പുള്ളിക്ക്. ആരോ വന്ന് അടിച്ചോണ്ട് പോയതാ ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങള് താഴെ എത്തി. ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു മുഖം മൂടിയിട്ട് അവന്റെ കണ്ണെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ബോംബെയിലുള്ള ഏതെങ്കിലും സിനിമാക്കാരെ അടിച്ചോണ്ട് പോയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പൊന്നു മാമ, ഞാൻ പിടിവിട്ട് നിക്കാട്ടാ. താനൊന്ന് കുറച്ചു നേരം വായടിച്ചിരിക്കോ? എന്താ ചെയ്യാ, എനിക്കൊരു പിടിയില്ല. ഞാൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. ഇനി സുപ്ലുവിന്റെ ലീക്കായി പോയോ കഥ? മാമ നീ ഇയാളെ പുറത്തേക്ക് വിട്ടേ. അവിടെ ഇരിക്കട്ടെ. ഞാൻ അങ്ങനെ തലയിറങ്ങി വീണാറ്റും പിടിക്കണ്ടേ? നിനക്കറിയില്ല സംശയം ഉണ്ടോ? സംശയം? സുബുവിന് കുറെ ശത്രുക്കളുണ്ട്, നിനക്കറിയാലോ, ഈ ഫീൽഡ് അല്ലേ. ഇനി അങ്ങനെ ആരെങ്കിലും? സുപ്ലുവിന് ഓൾ ഇന്ത്യ ലെവലില് ഇടി ഇയാളൊന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടേ. നേരെ വന്നപ്പോ പോലും ദൂരെ തന്നെ പറഞ്ഞോണ്ടിരിക്കുവല്ലോടോ. പോ, ഇറങ്ങിപ്പോ. ഞാൻ അവളോടല്ലേ സംസാരിക്കണേ? പോ. പൊന്നു മാമ, കാല് പിടിക്കാം. ഇത്തിരി ഒന്ന് വായടച്ചിരിക്കും. എന്തായാലും പോലീസ് കേസ് കൊടുക്കണം, അവിടെ കംപ്ലൈന്റ് കൊടുക്കണം. പറ്റില്ല, ഇത് ഈ സ്ക്രിപ്റ്റ് ഞാൻ നിനക്ക് അത്രയും വിശ്വാസമായിട്ട് തന്നല്ലേ. പോലീസ് കേസ് ഒന്നും കൊടുക്കണ്ട. അവന്റെ എന്റെ കണ്ണിന്റെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞ് ഞാൻ അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ ഇയാളെ അടിക്കണ്ടെങ്കിൽ നീ ഇറക്കി വിട്ടോ. ഞാൻ പോയി കണ്ടുപിടിച്ചു. ഒന്നാമത് കൊറേ പ്രശ്നങ്ങളുടെ നടുവിലാ ഞാൻ നിക്കണേ. എടി, നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കാം. ഞാനും ഒത്തിരി ആഗ്രഹിച്ചല്ലേ. കണ്ടകശേരി എന്നൊക്കെ പറഞ്ഞ കേട്ട്. എന്തായാലും സ്ക്രിപ്റ്റ് എനിക്ക് വേണം. നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് പോലീസിൽ എന്തായാലും പോയാലും. ഈ സ്ക്രിപ്റ്റ് വെച്ച് ഞാനൊരു പൊളിക്കും. അതാണ് ഈ ഡോക്ക് വർക്ക്. ഈ ഡോക്ക് വർക്ക് ഒരു കാര്യം ഏറ്റതായിരിക്കും. അതാണ് ഈ ഡോക്ക് വർക്ക്. നിനക്കൊക്കെ ആരടി ഈ ഡോക്ക് വർക്ക് എന്നൊക്കെ പേരിട്ട്? ഇതെല്ലാം കൊള്ളാം. നമ്മുടെ സംഭവം എല്ലാം കറക്റ്റ് ആയല്ലോ. അപ്പൊ എങ്ങനെയാ നമ്മളെ ക്യാഷിന്റെ ഡീലിംഗ് ഒക്കെ? ഓ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടറും ഒരു ബിരിയാണി. ക്വാർട്ടറോ? അതൊന്നും പോരാ. പിന്നെ എന്നാ നിനക്ക് വേണ്ട? ക്യാഷ് ആയിട്ട് തന്നെ വേണം. അല്ലടാ, നിനക്ക് ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇവിടെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം, മനസ്സിലായോ? ഈ ക്വാർട്ടറും ബിരിയാണിയൊന്നും അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്തൊരു കിടുക്കാൻ ക്യാരക്ടറുണ്ട്, വിലവേഷം. പക്ഷെ ശ്രദ്ധിക്കപ്പെടും. ഒന്നൊരു കാര്യം ചെയ്ത് ക്വാർട്ടറും കട്ട് ചെയ്ത് ക്വാർട്ടർ ബിരിയാണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റോള് മതി. മതി. ഹലോ ഹലോ, പറഞ്ഞോ മോളെ. അങ്കിള് ഞാനാ. മനസ്സിലായി, പറഞ്ഞോ. അങ്കിള് ഫ്രീ ആണോ? തിരക്കില്ല, നീ പറഞ്ഞോ. കാര്യം എന്താ? അങ്കിളെ, ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചാ. പറഞ്ഞോ മോളെ. എന്താ? എന്റെ സ്ക്രിപ്റ്റ് ഒരാൾ അടിച്ചോണ്ട് പോയി. എന്നിട്ട്? അതായത് എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പൊ അവൾ ഇവിടുന്ന് എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് ഒരാൾ വന്ന് അടിച്ചിട്ട് പോയത്. മോളുടെ ഈ ഓഫീസ് എന്ന് പറയുന്നത് വൈറ്റിലുള്ള ഓഫീസല്ലേ? അതെ. അപ്പൊ അങ്കിൾ എനിക്ക് ഇവിടെ അടുത്തുള്ള CCTV ഫുട്ടേജ് ഒക്കെ ഒന്ന് എടുത്തു തരണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് മിസ് ആയേക്കണേ. അത് നമുക്ക് ശരിയാക്കാൻ പോളാം. ഞാൻ
എടുത്തയക്കാം, ഞാൻ ഫുട്ടേജ് എടുത്തയക്കാം. എനിക്കൊരു 1/2 മണിക്കൂർ സമയം തന്നാൽ മതി, ഞാൻ എല്ലാം വിഷ്വൽസ് അയക്കാം. മോളുടെ ഈ വാട്സ്ആപ്പ് നമ്പർ ഇല്ലേ, ഇതിൽ അയച്ചാൽ പോരെ? ഞാൻ അയക്കാം. ഓക്കെ മാം. എന്താ സുബു വിളിച്ച് പറഞ്ഞായിരുന്നു? സ്ക്രിപ്റ്റ് പോയി. മനസ്സിലായി, സുബു വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല നീ എന്താ ഇവിടെ? അല്ല, സുബു വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ശോഭന കരയണ്ട, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഞങ്ങൾ സ്ക്രിപ്റ്റ് കൊണ്ട് പോവായിരുന്നു. ആരും അടിച്ചോണ്ട് പോയി? അത് ആരാ അടിച്ചോണ്ട് പോയത്? അതറിയെങ്കിൽ ഞങ്ങളിങ്ങനെ ഇരിക്കൂ. അല്ല, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാക്കണം. കാരണം അവള് കഷ്ടപ്പെട്ട് എഴുതിയതാ, ഭയങ്കര പ്രതീക്ഷയോടെ എഴുതിയൊരു പ്രൊജക്റ്റാ. എന്തൊക്കെ സ്വപ്നം കണ്ടാന്നറിയോ? അത് വെച്ച് വലിയ ആളായി. ഏതോ ഒരു അസുഖമുള്ള ആരോ ചെയ്തതായിരിക്കും. ഈ വളരണം നന്നാവണം ആർക്കും ഇഷ്ടമല്ലല്ലോ. അതെ അതെ, ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഇഷ്ടമല്ലല്ലോ. അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഒന്നാമത് നമുക്ക് മൊത്തം അസൂയക്കാരാ. നമ്മൾ വളരണ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതെ. അല്ലെ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ ഒന്ന് വിളിച്ചാ പറയരുത്, ഞാൻ വരില്ലായിരുന്നു. അല്ല അത് അല്ല, മാമനുണ്ടായിരുന്നല്ലോ കൂടെ. ആരെ? മാമനുണ്ടായിരുന്നു എന്റെ കൂടെ. ദേവസി? എന്നാ അങ്ങേരായിരിക്കും. അങ്ങേർക്കാണെങ്കിൽ ഭയങ്കര കുരുട്ടുബുദ്ധിക്കാരനാണ്, ആരും നന്നാവുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയത്, എന്റെ കയ്യിലായിരുന്നില്ല. പുള്ളിയുടെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയി അല്ലേ? അതിലെന്തോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല. എന്റെ ഫ്രണ്ടിന്റെ അങ്കിൾ കമ്മീഷണറാ. സിറ്റി പോലീസ് കമ്മീഷണറാ. പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി സെറ്റാക്കിക്കോളും, ആളെ കിട്ടും. അല്ല, അത് അത്ര കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് അല്ലേ പോയത്. പിന്നെ അവളുടെ അങ്കിളായത് കാരണം ആ ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടട്ടെ. അല്ല, ദേവസിയുടെ കാര്യം ഒന്ന് പറഞ്ഞത്. ഞാനേ എനിക്ക് വേറൊരു ചർച്ച ഉണ്ടായത്. അപ്പൊ ഞാനത് പോട്ടെ, പുള്ളി എന്നാലും പിടിക്കുമല്ലോ, ഞാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനാണോ സൂപ്പ് പറഞ്ഞു വിട്ടത്? ഞാനിവിടെ ഒറ്റയ്ക്കാന്നും പറഞ്ഞു വിട്ടതല്ലേ. എൻ്റെ അടുത്തിരിക്കും കുറച്ചു നേരം. എനിക്കാണ് തല ഇറങ്ങിയിട്ട് വയ്യ. എന്നാലും അവന്റെ കണ്ണെനിക്ക് നന്നായിട്ട് അറിയാം. പൂച്ച കണ്ണാണോ ഇനിയിപ്പോ? എന്തായാലും അവനെ എന്താടോ? അല്ലല്ല, പൊയ്ക്കോ. അവനല്ല, അവന്റെ കണ്ണ് പൂച്ചക്കണ്ണായിരുന്നോ? തല പൊട്ടോ. എടി, അങ്കിള് വിളിച്ചായിരുന്നു. അപ്പം എന്തായാലും അടുത്ത തന്നെ CCTV ഫുട്ടേജ് കിട്ടും. അപ്പൊ ആളെ കിട്ടും അല്ലേ? പ്രതിയെ പിടിക്കാൻ പറ്റും. ഇത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടാ, നളിനാക്ഷൻ. ഞാൻ പരിചയത്തിലാണ്. സ്ക്രിപ്റ്റ് ഒക്കെ അപ്പൊ ആള് വിളിച്ചു പറഞ്ഞപ്പോ വന്നതാ. എനിക്കൊരു സപ്പോർട്ട് ആവൂല. എന്തായാലും ഇപ്പൊ അയക്കാന്ന് പറഞ്ഞേ. എന്തായാലും നിങ്ങളായോണ്ട് കിട്ടിന്നാണ് പറഞ്ഞേ. നോക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അയക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പെട്ടെന്ന് കിട്ടുമായിരിക്കും ആളെ. എടി, CCTV ഫുട്ടേജ് വന്നിട്ടുണ്ട്. ശരി. കിട്ടായിരിക്കും. ആളുണ്ടോ അതിൻ്റെ അകത്ത്? നിനക്ക് മനസ്സിലാവുണ്ടോ? ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആകുമ്പോ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവൂലോ. പിന്നെ ഇവിടെ അടുത്തുള്ള ആള് തന്നെയാ, തൊട്ടടുത്തല്ലേ. കണ്ടോ, ഇവിടെ അടുത്തുള്ള ഏതൊരു ദുഷ്ടനാ. പക്ഷെ അവരെന്തിനാ നിന്നോടുള്ള ഇത് കാരണം നമ്മളെ അടിച്ചോണ്ട് പോയത്? എന്നോട് ആവാൻ ചാൻസ് ഇല്ല മോളെ. അങ്കിൾ എപ്പോഴാ തന്നെ? ഇപ്പൊ തന്നെ വരും. അല്ല, എന്നാ ഞാൻ അങ്ങോട്ട്. അല്ല, ചേട്ടനിരിക്കെ, അങ്കിൾ വന്നിട്ട് പോവാ. പോലീസൊക്കെ ഉണ്ടാവോ? പിന്നെ നമുക്ക് എന്തായാലും ആളെ പിടിയിട്ടില്ലോ, അറസ്റ്റ് ചെയ്യാൻ തന്നെ ആയിട്ടാ വരുന്നത്. ആണല്ലേ? അപ്പൊ സ്ക്രിപ്റ്റും കിട്ടുമായിരിക്കുമല്ലോ അപ്പൊ തന്നെ. അതപ്പൊ കൈയോടെ കിട്ടുമല്ലോ. അവൻ എനിക്കൊന്ന് കാണണം. അവൻ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ ഇരിക്കും ഞാൻ. ദുഷ്ടൻ. അല്ല, നിനക്ക് പരിചയമില്ല? എനിക്ക് ആളെ എങ്ങനെയാണ് അറിയുന്നേ? എന്നാലും ആരായിരിക്കും ഇത്? അതെ, സ്ക്രിപ്റ്റ് എൻ്റെ കിട്ടിയായിരുന്നു. ഞാനേ ഇത് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വായിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ തരാന്ന് ഓർത്തിട്ട്. നല്ല സ്ക്രിപ്റ്റാണ്. എടോ ദുഷ്ട, തന്നോട് മലയാളത്തിലോട് എത്ര നേരം ചോദിച്ചോളൂ.